ഹായ് ഓൾ, എല്ലാവർക്കും സ്കോളർ സ്ക്വാഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സ്റ്റീരിയോ കെമിസ്ട്രിയുടെ പോർഷനിൽ നിന്ന് 2023-24 CSIR നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. 24 എന്ന് പറയുമ്പം നമ്മളുടെ സാധാരണഗതിയിൽ നെറ്റ് എക്സാം നടക്കാറുള്ളത്, CSIR എക്സാം നടക്കാറുള്ളത് 24 ഡിസംബറിൽ ഒരെണ്ണം ഉണ്ടാവും, പിന്നെ 24 ജൂണിലുണ്ടാവും. അതായത് അങ്ങനെയാണ് നടക്കാറുള്ളത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ 24 ഡിസംബറിലെ എക്സാം മാറി 25 ഫെബ്രുവരിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ 25 ഫെബ്രുവരി എന്നുള്ളതാണ് 24 എന്ന് വെച്ച് ഉദ്ദേശിച്ചത്. 25 ഫെബ്രുവരിയിൽ ചോദിച്ച ചോദ്യങ്ങൾ, അത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ആർ. നമുക്ക് രണ്ട് സ്ട്രക്ചറുകൾ തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സൈക്ലോഹെക്സൈൻ നമ്മൾ യൂഷ്വലായിട്ട് വരയ്ക്കാറുള്ള രീതിയിലും, അതേപോലെ തന്നെ മറ്റേതെന്ന് പറയുന്നത് നമ്മളുടെ കൺഫർമേഷൻ എന്നുള്ള, അതായത് ചെയർ കൺഫർമേഷൻ എന്നുള്ള രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഐഡന്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 അനാൻഷ്യോമേഴ്സ്, 3 ഡയാസ്റ്റീരിയോമേഴ്സ്, 4 കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? അതായത് നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്നത് ഒരെണ്ണം ചെയർ ഫോമിലാണ് ഓൾറെഡി തന്നിരിക്കുന്നത്. മറ്റതിനെ എന്ത് ചെയ്യുക? ചെയർ ഫോമിലേക്ക് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, മറ്റതിനെ ചെയർ ഫോമിലേക്ക് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ സൈക്ലോഹെക്സൈൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഓക്കെ, ഇവിടെ ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്നതിലും ഇതിലൂടെ. ഓക്കെ, അപ്പം ചെയർ ഫോമിലായിട്ടുള്ളത് നമ്മൾ വരയ്ക്കുകയാണ്. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്, നമ്മുടെ തന്നിരിക്കുന്നതിനകത്ത് സൈക്ലോഹെക്സൈനകത്ത് BR എന്ന് പറയുന്നത് ഒന്ന് ഫ്രണ്ട് മുകളിലേക്കും ET മുകളിലേക്കും CL താഴേക്കുമാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് വരയ്ക്കുന്ന സമയത്ത് അതേ രീതിയിൽ തന്നെ വരയ്ക്കുന്നുണ്ട്. അതേ രീതിയിൽ വരയ്ക്കാന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഈ ഒരു പൊസിഷനാണ് എടുക്കുന്നതെങ്കിൽ ഈ പൊസിഷനിലെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയും താഴ്വശം എന്ന് പറയുന്നത് ഇവിടേക്കുമാണ്. ഓക്കെ, ഈ ഒരു പൊസിഷൻ ആണെങ്കിൽ ആക്സിയൽ ഭാഗം എന്ന് പറയുന്നത് അല്ലെ, ആക്സിയൽ ഭാഗമാണ് മുകൾ ഭാഗം, ഇതെന്ന് പറയുന്നത് താഴ്ഭാഗം. ഇതിൻ്റെ മുകൾ, ഇത് താഴ്ഭാഗം. ഇത് ഈ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഇത് താഴ്ഭാഗവും ഇത് മുകളും. ഓക്കെ, ഇത് മുകള്, താഴെ, ഇത് മുകളിൽ, ഇത് താഴെ. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തിരിക്കാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂവന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സബ്സ്റ്റിറ്റ്യൂവൻസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയും നമുക്ക് കൊടുത്തേക്കുന്നത് എന്താണ്? BR മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ET എന്ന് പറയുന്നത് മുകളിലായിട്ടുണ്ട്. വേറൊരു സൈക്ലോഹെക്സൈൻ സ്ട്രക്ചറിലേക്ക് തന്നെ അത് വരയ്ക്കാം. BR ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. BR മുകളിലായിട്ട് കൊടുത്തു, BR ഇവിടെ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും H എന്ന് പറയുന്നത് താഴേക്ക് വരും അല്ലെ. BR തൊട്ടടുത്ത് CL ഉണ്ട്. CL കഴിഞ്ഞിട്ട് ഒരു പൊസിഷനിലൂടെ കളഞ്ഞിട്ടാണ് ET വരുന്നത്. ET എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ET മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പൊസിഷന്റെ മുകൾ ഭാഗം എന്ന് പറയുമ്പോഴത്തേനും ഇതാണ് വരിക. ഓക്കെ, ദെൻ CL എന്ന് പറയുന്നത് താഴേക്കാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ മുകൾ ഭാഗം ഇതും താഴ്ഭാഗം ഇതും. അപ്പം CL കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. ആക്ച്വലി ഇതിനെ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ പറയുന്ന കൺഫർമേഷൻ. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും കിട്ടുന്ന കൺഫർമേഷൻ ആണിത്. ഇന്ന് നോക്കി, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ നിൽക്കുന്ന ET എന്ന് പറയുന്നത് ഇത് എബോ ആയിരുന്നു, അത് തിരിഞ്ഞു കറങ്ങി ബിലോ ആയിട്ട് വന്നു. ഓക്കെ, ദെൻ CL എന്ന് പറയുന്നത് താഴെയായിരുന്നു, ഇവിടെ വന്നപ്പോൾ എന്തായി? CL എന്ന് പറയുന്നത് മുകളിലായി അല്ലെ. H താഴോട്ടും CL മുകളിലോട്ടും, ഇത് എബോ ആയിട്ട് മാറി. ഓക്കെ, ദെൻ BR എന്ന് പറയുന്നത് മുകളിലായിരുന്നു, അപ്പം BR എന്ന് പറയുന്നത് ഈ പൊസിഷൻ മുകൾ ഭാഗവും BR എന്ന് പറയുന്നത് താഴ്ഭാഗവും. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത് രണ്ടും എന്താണ്? ഐഡന്റിക്കൽ ആണ് അല്ലെ. രണ്ടും ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The conformation of the reactant that gives E12-diphenyl 1-propene in the following reaction is. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ്. സോഡിയം ഇതോക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യുന്നു. ഈ ഫോം ആണ് നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ്. ഈ E12-diphenyl 1-propene എന്ന് പറയുന്ന ഈ ഫോമിലുള്ള പ്രോഡക്റ്റ് ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്?
The conformation of the reactant that gives E12-diphenyl 1-propene in the following reaction is. അതായത് ഈ ഒരു റിയാക്ഷനകത്ത് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇതാണ്. സോഡിയം ഇതോക്സൈഡ് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടേണ്ട പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ E12-diphenyl 1-propene ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിലേത് കൺഫർമേഷൻ ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്നാണ്. ഏത് കൺഫർമേഷനിലുള്ളതായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോം എന്ന് പറയുമ്പോഴത്തേക്കും സോഡിയം ഇതോക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും നമുക്ക് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു ആൽക്കീനാണ് കിട്ടുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ബേസും ഫൈനൽ പ്രൊഡക്റ്റ് ആൽക്കീനുമാണ്. അപ്പോൾ അതൊരു എലിമിനേഷൻ റിയാക്ഷനാണ്. ഓക്കെ, ഈ എലിമിനേഷൻ റിയാക്ഷൻ വരുന്ന സമയത്ത് എലിമിനേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എലിമിനേറ്റിംഗ് ഗ്രൂപ്പ്സ് രണ്ടും എന്തായിരിക്കണം, ആന്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. എലിമിനേറ്റിംഗ് ഗ്രൂപ്പ്സ് രണ്ടും ആന്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും അത് പ്രോപ്പറായിട്ട് എലിമിനേഷൻ റിയാക്ഷൻ നടക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ തന്നിരിക്കുന്നത് ഇതാണ്, ME ഈ ബാക്കിലേക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എച്ച് എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്കായിരിക്കും നിൽക്കുക. NMe ത്രൈസ് പ്ലസ് Br-. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ട്രാൻസ് ഡൈഫിനൈൽ 1-propene ആണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതായത് നമുക്കറിയാം ഫൈനൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ഈ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഏത് കൺഫർമേഷൻ ആയിരിക്കും അതിന് പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, എലിമിനേഷൻ നടക്കുന്ന സമയത്ത് എലിമിനേറ്റിംഗ് ഗ്രൂപ്പ്സ് ഇവിടെ എച്ചും NMe ത്രൈസ് ഗ്രൂപ്പും ആണ് എലിമിനേറ്റ് ആവുന്നത്. അത് രണ്ടും ആന്റി ആയിട്ട് നിൽക്കണം. ഇങ്ങനെ ആന്റി ആയിട്ട് നിൽക്കുന്നത് ഏതാണോ അതായിരിക്കാം അങ്ങനത്തെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിലെ ആ കൺഫർമേഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് കൺഫർമേഷൻ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് നോക്കിയേ, ഈ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് എച്ചും NMe ത്രൈസും ഒരേ പ്ലെയിനിലാണ് വരുന്നത്. അപ്പം അത് ആയിരിക്കില്ല. ഓക്കെ, ബിയുടെ കേസിലും അങ്ങനെ തന്നെയാണ്, എച്ചും NMe ത്രൈസും ഒരേ പ്ലെയിനിലാണ് വരുന്നത്. അതും പറ്റില്ല. ഇവിടെ എന്തുണ്ട്, എച്ച് NMe ത്രൈസും ആന്റി ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസിലും എച്ചും NMe ത്രൈസും ആന്റി ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് രണ്ടും ആന്റി ആയിട്ടാണ് നിൽക്കുന്നത് സി ആൻഡ് ഡി ഓപ്ഷനകത്ത്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനൈൽ ഗ്രൂപ്പ് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കിയേ. ഇവിടെ നോക്കിയപ്പോഴത്തേനും ഫൈനൽ പ്രൊഡക്റ്റിൽ ഫിനൈൽ എന്ന് പറയുന്നത് ട്രാൻസ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫിനൈൽ രണ്ടും 2 പ്ലെയിനിൽ വരണം. ആ 2 പ്ലെയിൻ വരുന്ന ഓപ്ഷൻ ഏതാണോ അതായിരിക്കും കറക്റ്റ്. ഇവിടെ നോക്കി, ഇവിടെ ഫിനൈൽ റിങ് ഫ്രണ്ടിലോട്ടും ഇവിടെ ബാക്കിലോട്ടും. ഈ കേസിൽ നോക്കുമ്പോഴോ ഫിനൈൽ രണ്ടും സെയിം സൈഡിലേക്കാണ് വരുന്നത്. അപ്പം സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 2 ചോദ്യങ്ങൾ വന്നത് നെറ്റ് ഡിസംബർ 2024, അതായത് ഞാൻ പറഞ്ഞ ഫെബ്രുവരി 25 നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസംബർ 2023 ചോദിച്ച ചോദ്യമാണ്. ദ കറക്റ്റ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഫോർ ദ സ്ട്രക്ചർ ഷോൺ ബിലോ ഈസ്. തന്നിരിക്കുന്ന ഈ സ്ട്രക്ചറിന്റെ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1, 2, 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1-ന്റെയും 2-ന്റെയും 4-ന്റെയും ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഒന്നുകൂടെ നമുക്ക് വരയ്ക്കാം. അതിനകത്ത് ഇവിടെ വരുന്ന ഈ ഒരു പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഇത് ബാക്കിലോട്ടായിരിക്കും നിൽക്കുക. അതുപോലെ തന്നെ ഈ ഇവിടെ നിൽക്കുന്നത് ഏതാണോ അത് ഇവിടെ ഹൈഡ്രജൻ ആയതുകൊണ്ട് അത് എപ്പോഴും ഓർത്തിരിക്കുക. ആ ഒരു പോയിന്റിൽ വരുന്നത് എപ്പോഴും ഫ്രണ്ടിലേക്കായിരിക്കും നിൽക്കുന്നത്. അത് എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഈ പറഞ്ഞ പോലെ സൈക്ലോഹെക്സൈന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇത് മുകളിലോട്ട് നിൽക്കുന്നു, ഇത് താഴേക്ക് നിൽക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത് മുകളിലേക്കും OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുകളിലേക്കും H താഴേക്ക് നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേനും ഇതിന്റെ കോൺഫിഗറേഷൻ എന്താണെന്നാണ് അറിയേണ്ടത്. 1-ന്റെയും 2-ന്റെയും 4-ന്റെയും നമുക്ക് അറിയേണ്ടതുണ്ട്. 1, 2 ആൻഡ് 4 നമുക്കറിയാം. CIP റൂൾ വെച്ചിട്ടാണ് നമ്മൾ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുക. അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇതിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തേക്കുന്നത് CH3. ഓക്കെ, C കാർബൺ കഴിഞ്ഞിട്ട് 3 H ആണ് വന്നേക്കുന്നത്. ഈ കേസിൽ കാർബൺ കഴിഞ്ഞിട്ട് OH വന്നിട്ടുണ്ട്. ഈ കേസിൽ എന്ത് സംഭവിക്കുന്നു, ഇവിടെയും കാർബൺ കഴിഞ്ഞിട്ട് കാർബൺ ആണ് വന്നേക്കുന്നത് അല്ലെ. ഈ ഒരു പോയിന്റിൽ കാർബൺ കഴിഞ്ഞിട്ട്
കാർബൺ CH3 ആണ് വന്നേക്കുന്നത്. ഈ ഒരു കേസിൽ CH2 ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ആറ്റോമിക് നമ്പർ കൂടിയതായതുകൊണ്ട് ഓക്സിജൻ ആണ്. ഓക്സിജൻ വരുന്ന ഒരു സിസ്റ്റം വരുന്നത് കൊണ്ട് അതായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് വരിക. അതിന് നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഇത് CH2, ഇവിടെ എന്താണ് CH3. അപ്പം സ്വാഭാവികമായിട്ടും സെക്കൻഡ് പ്രിഫറൻസ് ഏതിനായിരിക്കും? ഇവിടേക്ക് നിൽക്കുന്നതിനും. തേർഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇതിനും. ദെൻ ഫോർത്ത് പ്രിഫറൻസ് എന്ന് വെച്ചാൽ 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് വരുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. ഫോർത്ത് പ്രിഫറൻസ് ഉള്ള ഗ്രൂപ്പ് ബാക്കിലേക്ക് നിൽക്കുന്നത് കൊണ്ട് ഏതാണോ കിട്ടിയത് അത് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പം 1-ല് S എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആണ്. ഓക്കെ. ദെൻ 2 നമുക്ക് നോക്കാം. 2ന്റെ കേസിൽ ഈ കാർബൺ എടുക്കുന്ന സമയത്ത് ഈ കാർബണിലേക്ക് തൊട്ടടുത്ത് OH വരുന്നുണ്ട് അല്ലേ? OH വരുന്നുണ്ട്. ദെൻ വരുന്നത് ഇവിടേക്ക് വരുന്ന CH2 ആണ്. ഇവിടെ കാർബൺ വരുന്നുണ്ട്. കാർബണേക്കാളും പ്രിഫറൻസ് കൂടുതൽ എന്തായാലും OH-നായതുകൊണ്ട് അതിന് ഫസ്റ്റ് എന്ന നമ്പർ നമ്മൾ കൊടുക്കും. ഓക്കെ. ദെൻ സെക്കൻഡ് പ്രിഫറൻസ് ഇവിടെയാണ് വരിക. നമുക്കറിയാവുന്നതാണ്, കാര്യം ഇവിടെ CH2 ആയതുകൊണ്ട്. ഇത് തേർഡ്, ഇത് ഫോർത്ത്. അങ്ങനെ നോക്കുമ്പോൾ 1, 2, 3, 4. 1, 2, 3, 4 എന്ന് പറയുമ്പോൾ വീണ്ടും ആന്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. ഫോർത്ത് പ്രിഫറൻസ് ഗ്രൂപ്പ് ബാക്കിലേക്ക് നിൽക്കുന്നു. അതുകൊണ്ട് എന്താണ്? ഇവിടെയും S തന്നെ വരുന്നു, 2S. ഓക്കെ. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻസ് എന്തായാലും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതുമല്ല, ഇതുമല്ല. ഇനിയുള്ളത് A ആൻഡ് D എന്നുള്ള ഓപ്ഷനാണ്. അത് 4ാമത്തെ കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് നോക്കിയേ, ഏതായാലും ഹൈഡ്രജൻ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ഏത് പ്രിഫറൻസേ വരുള്ളൂ? ലീസ്റ്റ് പ്രിഫറൻസേ വരുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഹൈഡ്രജന് നമുക്ക് 4 തന്നെ കൊടുത്തേക്കാം ഇപ്പോഴേ. ദെൻ ഈ കാർബൺ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടേക്ക് നോക്കി, ഇത് CH2, ഇവിടെയും CH2. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? കാർബൺ വരുന്നുണ്ട്, CH3. അപ്പൊ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പ്രിഫറൻസ് ഇതിനായിരിക്കും വരിക. 1. ദെൻ ഇവിടെ CH2 വന്നു. ദെൻ COH. ഇവിടെ എന്താ? വീണ്ടും CH2 ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ സെക്കൻഡ്, ദെൻ തേർഡ്, ദെൻ ഫോർത്ത്. ഓക്കെ. പത്തെന്ന് പറഞ്ഞാൽ ഈ ഒരെണ്ണം, ഈ ഒരു ഇത്. ഫോർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആണല്ലോ. ഓക്കെ. അങ്ങനെ വന്നപ്പം 1, 2, 3, 4 എന്ന് പറഞ്ഞു. അതെന്താണ്? 6 വരുന്നത്. പക്ഷേ ഫോർത്ത് പ്രിഫറൻസ് ഗ്രൂപ്പ് ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത് കൊണ്ട് തിരിച്ചുള്ളത് എടുക്കും. അപ്പം ഫോർത്ത് പൊസിഷനിലും S വരും, 4S. ഓക്കെ. അതനുസരിച്ചിട്ട് നമ്മുടെ ഓപ്ഷൻ വരുന്നത് 1S, 2S, 4S. A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The structure that corresponds to the following compound is. ഇതും ഡിസംബർ 2023 ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. നമുക്ക് തന്നേക്കുന്ന സൈക്ലോഹെക്സൈൻ ആണ്. സൈക്ലോഹെക്സൈൻ്റെ ചെയർ കൺഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എബോ. ഓക്കെ. ഈ ഫസ്റ്റ് മീഥൈൽ, ഇതിനെ 1 എന്ന് കൊടുത്താൽ അത് എബോ ആണ് നിൽക്കുന്നത്. ദെൻ 2 എന്ന് പറയുന്നത് മീഥൈൽ ബിലോ ആണ് വന്നേക്കുന്നത്. രണ്ടാമത്തെ മീഥൈൽ ബിലോ. ദെൻ OH എന്ന് പറയുന്നത് എബോ. OH എബോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2 മീഥൈലും എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരെണ്ണം എബോ ആണെങ്കിൽ മറ്റത് ബിലോ ആയിട്ടാണ് വരുന്നത്. 2 മീഥൈലും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഏതൊക്കെ കോൺഫിഗറേഷൻസ് ഉണ്ട്? ഇതില്ല. ദെൻ ഇത് 2 മീഥൈലും ഓപ്പോസിറ്റ് ആണ്. ഇത് 2 മീഥൈലും ഓപ്പോസിറ്റ് ആണ്. ഇത് 2 മീഥൈലും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നിൽക്കുന്ന OH-ഉം മീഥൈലും. OH എന്ന് പറയുന്നത് എബോ ആണ്, മീഥൈൽ എന്ന് പറയുന്നത് ബിലോ ആണ് വരുന്നത്. OH എബോവും മീഥൈൽ ബിലോയും വരുന്ന ഓപ്ഷൻ ഏതാണുള്ളത്? അടുത്തടുത്ത് നിൽക്കുന്നതിനകത്ത് OH എബോവും മീഥൈൽ ബിലോയും വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ. ഈ 2 ഓപ്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മുടെ മീഥൈലിലേക്ക് നോക്കും. മറ്റേ മാറി നിൽക്കുന്ന മീഥൈൽ, ഒരു CH3 കഴിഞ്ഞിട്ടുള്ള മീഥൈലിലേക്ക് നോക്കും. ഇത് ഓക്കെ, OH ബിലോയും ഇതുമാണ്. ഇത് 2 ഓപ്പോസിറ്റ് ആണെങ്കിൽ തന്നെ മാറി നിൽക്കുന്ന മീഥൈൽ എങ്ങനെ നിൽക്കണം? മാറി നിൽക്കുന്ന മീഥൈൽ ബിലോ എബോ ആയിട്ട് തന്നെ നിൽക്കണം അല്ലേ? ഇവിടെ H ബിലോ, മാറി നിൽക്കുന്ന മീഥൈൽ എബോ ആയിട്ട് തന്നെ നിൽക്കണം. മാറി നിൽക്കുന്ന മീഥൈൽ എബോ ആയിട്ട് തന്നെ നിൽക്കുന്നത്
ഈ ഒരു കോൺഫിഗറേഷൻ ഉള്ളൂ. സി ആണ് കറക്റ്റ് ആൻസർ. ഇതിനകത്ത് നോക്കിക്കേ, മീതയിൽ മാറി നിൽക്കുന്ന മീതയിൽ താഴെയായിട്ടാണ് നിൽക്കുന്നത്, ബിലോ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ കാണുമ്പോൾ വലിയ എന്തൊക്കെ ആണെന്ന് തോന്നുമെങ്കിലും പക്ഷെ വളരെ സിമ്പിൾ ആണ്, കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2024 ജൂണിൽ ചോദിച്ച ചോദ്യമാണ്. ദ കറക്റ്റ് ടോപ്പിസിറ്റി ഓഫ് HA ആൻഡ് HC ഇൻ ദ ഫോളോയിങ് മോളിക്യൂൾ ഈസ്. അതായത് ഇവിടെ തന്നിട്ടുണ്ട് HA ഉണ്ട്, HC ഉണ്ട്, രണ്ട് മോളിക്യൂളിനായി തന്നേക്കാണ്. അതിനകത്ത് കറക്റ്റ് ടോപ്പിസിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. HAയുടെയും HCയുടെയും കറക്റ്റ് ടോപ്പിസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ProR ഉണ്ട്, ProS ഉണ്ട്, അത് രണ്ടുമാണ് തന്നിരിക്കുന്നത്. അപ്പം അത് ടോപ്പിസിറ്റി പറയുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ProR എന്താണ്, ProS ആണ് എന്താണ്. ProR അല്ലെങ്കിൽ ProS എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് എനാൻഷിയോട്ടോപ്പിക് ഗ്രൂപ്പ്സ് ഒരു പ്രോകൈറാൽ സെന്ററിലുള്ള രണ്ട് എനാൻഷിയോട്ടോപ്പിക് ഗ്രൂപ്പ്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീരിയോ കെമിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ പറയുന്ന പ്രോ എന്ന് പറയുന്ന ടേം. എന്താണ്, രണ്ട് എനാൻഷിയോട്ടോപ്പിക് ഗ്രൂപ്പ്. ഓക്കെ, അതായത് എനാൻഷിയോട്ടോപ്പിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് പറയാൻ പറ്റും, എനാൻഷിയോട്ടോപ്പിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. അതായത് ഒരെണ്ണത്തിനെ ഇപ്പം HAയെ വെച്ച് റീപ്ലേസ് ചെയ്തെന്ന് വെച്ചാൽ HAയെ ഒരു ആറ്റം വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു ഒരു കോൺഫിഗറേഷൻ കിട്ടുന്നു. ഓക്കെ, HBയെ ഒരു വേറൊരു ആറ്റം വെച്ച് റീപ്ലേസ്, ഇതേ സെയിം ആറ്റം വെച്ചിട്ട് വീണ്ടും റീപ്ലേസ് ചെയ്യുന്നു വെച്ചാൽ ആദ്യം HAയെ വെച്ച് റീപ്ലേസ് ചെയ്തു, അത് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു മോളിക്യൂള് അതിനെ അവിടെ വെക്കുന്നു. ദെൻ HBയെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു, HBയെ സെയിം ആറ്റം കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അവർ തമ്മിൽ ഒബ്ജക്ട് മിറർ ഇമേജ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് പ്രോട്ടോൺ അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പുകളെ നമുക്ക് എനാൻഷിയോട്ടോപ്പിക് ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, എനാൻഷിയോട്ടോപ്പിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേനും സിമിലർ ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് ആയിരിക്കും. ആ എനാൻഷിയോട്ടോപ്പിക് ഗ്രൂപ്പിനെ ഏതെങ്കിലും ഒരു വേറൊരു മോളിക്യൂൾ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് ഈ റിപ്ലേസ് ചെയ്ത് രണ്ട് മോളിക്യൂൾ, അതായത് ആദ്യത്തേനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു മോളിക്യൂൾ കിട്ടുന്നു, രണ്ടാമത്തേനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഏതൊരു മോളിക്യൂൾ കിട്ടുന്നു. ആ കിട്ടിയ രണ്ട് മോളിക്യൂൾ തമ്മിൽ ഒബ്ജക്ട് മിറർ ഇമേജ് റിലേഷൻ കാണിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനാൻഷിയോട്ടോപ്പിക് പ്രോട്ടോൺസ് എന്നോ അല്ലെങ്കിൽ എനാൻഷിയോട്ടോപ്പിക് ആണ് ആ ആറ്റംസ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എന്താണ്, ProR ProS എന്ന് പറയുന്നത് അല്ലെ, പ്രോ എന്ന് പറയുന്ന നൊട്ടേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അതെന്ന് പറയുന്ന സ്റ്റീരിയോ കെമിക്കൽ ഡിസ്ക്രിപ്റ്റേഴ്സ് ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടു എനാൻഷിയോട്ടോപ്പിക് ഗ്രൂപ്പ്സ് ഓൺ എ പ്രോകൈറാൽ സെന്റർ. ഒരു പ്രോകൈറാൽ സെന്ററിലെ രണ്ട് എനാൻഷിയോട്ടോപ്പിക് ഗ്രൂപ്പുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ പ്രോ എന്ന് പറയുന്ന ടേം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് പ്രോകൈറാൽ സെന്റർ എന്ന് പറയുന്നത്. പ്രോകൈറാൽ സെന്റർ ഈസ് ആൻ എക്കൈറാൽ മോളിക്യൂൾ. ഓക്കെ, that can be converted into a chiral molecule by replacing one of the two identical groups or nearly identical groups with a different group. അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളെ ഇതിനകത്ത് HA HB എന്നുള്ളതോ എന്തെങ്കിലും ആട്ടെ, അല്ലെങ്കിൽ ഇതിലെ HD HC എന്നുള്ളത്, ഇതിനകത്ത് ഇത് രണ്ടും ഹൈഡ്രജനാണ്, നമ്മൾ ലേബൽ ചെയ്തുകൊണ്ടാണ് അതിന് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത്. ഇനി അതിനെ റീപ്ലേസ് ചെയ്ത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് വരുന്ന സമയത്ത് വരുമ്പോഴത്തേക്കും, അതായത് ഇങ്ങനത്തെ എക്കൈറാലായിട്ടുള്ള ഒരു മോളിക്യൂളിലെ ഏതെങ്കിലും ഒരു ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ, സിമിലർ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ കൈറാൽ മോളിക്യൂൾ ഫോം ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്ന ആ സെന്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതിന്റെ അല്ലെങ്കിൽ ആ സെന്ററിനെ പറയുന്ന പേരാണ് പ്രോകൈറൽ സെന്റർ. ഇത്രയും ഓക്കെ ആയെന്ന് ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ. പ്രോകൈറാൽ സെന്റർ, ഇപ്പം അങ്ങനത്തെ പ്രോകൈറാൽ സെന്ററുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ProR ProS. ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല. എന്താണ് പ്രോകൈറാൽ സെന്റർ, എന്താണ് പ്രോ എന്നുള്ള ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കൊടുത്തോളൂ. ഇനിയൊന്നുമില്ല, നമ്മൾ CIP റൂള് വെച്ചിട്ട് നമ്പർ ചെയ്യുക, അത്രയും നമ്മളിവിടെ ചെയ്യുള്ളൂ. അതായത് രണ്ട് മോളിക്യൂളിനെ CIP റൂള് വെച്ച് നമ്പർ ചെയ്യുക, എന്നിട്ട് ഈ HAയും HCയും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്ത് സപ്പോസ് ഇതിനെ നമ്മൾ എന്ത് കൊടുക്കുന്നു, 1 and 2 എന്ന് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. HAയും HBയെയും 1 and 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ബാക്കി നിൽക്കുന്ന രണ്ട് ആറ്റംസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എങ്ങനെ നമ്പർ ചെയ്യുന്നു, അതുപോലെ തന്നെ 1 and 2 എന്നുള്ള രീതിയിൽ പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക. യൂഷ്വൽ നമ്മൾ CIP റൂളിൽ കൊടുക്കുന്ന പ്രയോറിറ്റി വെച്ചിട്ട്.
അപ്പം ഏതിന് 1 വരും? Cl ന് 1 വരും അല്ലെ. അറ്റോമിക് നമ്പർ അനുസരിച്ച് CAP റൂൾ അനുസരിച്ചിട്ട് Cl ന് 1 വരും, ഹൈഡ്രജന് 2 വരും. ഇതേപോലെ തന്നെ HAയും HCയും തമ്മിലുള്ള റിലേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ HAക്ക് കൊടുത്ത ഏത് നമ്പർ ആണോ അതേ നമ്പർ തന്നെ നമുക്ക് HCക്കും കൊടുക്കാം, 1. ദെൻ ഇതിന് 2 കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവരുന്ന ഗ്രൂപ്പിന് എന്ത് കൊടുക്കുന്നു? ഇതുപോലെ തന്നെ 1ഉം 2ഉം കൊടുക്കുന്നു. ഇത് Cl ആയതുകൊണ്ട് 1 വരും, ഇത് 2 വരും. ഇനി നമ്മൾ ഇങ്ങനത്തെ കേസുകളിൽ കൊടുക്കേണ്ട നമ്പറിങ്ങിന്റെ ശൈലി എങ്ങനെയാന്ന് വെച്ചാൽ, പ്ലെയിനിൽ നിന്ന് വേണം നമ്മൾ റൊട്ടേഷൻ കൊടുക്കാനുണ്ട്. ലാറാൻഡസ് റൊട്ടേഷൻ പറയുമ്പോൾ ഈ പ്ലെയിനിൽ തുടങ്ങുന്നിടത്തായിരിക്കണം ആ റൊട്ടേഷന്റെ ടെയില് വരാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ Cl ന് 1 എന്നുള്ളത് രീതിയിൽ 2 ഇങ്ങനെ പോകും. ഓക്കെ, അതെന്തായിട്ട് മാറി? R ഫോം. കാര്യം ഇവിടുത്തെ രണ്ടാമത്തത് ബാക്കിലോട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് R വന്നു അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നോക്കാം, 1 2 ഇങ്ങനെ പോയി. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇതും എന്താണ്? ഇതും R ഫോം. അതുകൊണ്ട് HCAയും HAയും റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? പ്രോ R എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. HCയും HA എന്ന് പറയുന്നത് പ്രോ ആർ ആണ്. HC = HA = പ്രോ ആർ. അതായത് HCAയോ HAയോ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത സമയത്ത് ഇറ്റ് വിൽ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കൈറാൽ സെന്റർ. കൈറാൽ സെന്ററിലേക്ക് റിസൾട്ട് ചെയ്യുന്നു. അതുമൂലം ഇതിനെ നമ്മൾ വിളിക്കും പ്രോ കൈറാൽ, അല്ലെങ്കിൽ പ്രോ ആർ ആണ്. HAയും HCയും പ്രോ ആർ ആണ്. അതിനെ നമുക്ക് കൈറാലാക്കി മാറ്റാനായിട്ട് പറ്റും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫോളോയിങ് കൺഫോർമേഷണൽ എക്വിലിബ്രിയം ഓഫ് കീറ്റോൺ ആർ. നമുക്ക് 2 കീറ്റോൺ തന്നിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളെല്ലാം തന്നെ സെയിം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ വൈസ് നോക്കുമ്പോഴത്തേക്കും അത് നമുക്ക് പറയാം. ഇത് നോക്കിയാൽ 1 2 ദെൻ 3 4 5 അല്ലേ. ഇതും 1 2 3 4 5 രണ്ടും അത് തന്നെയാണ്. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് A predominates in DMSO due to opposing dipole interaction. ഇതിനകത്ത് A ആണോ B ആണോ എന്താ പറയുന്നത് DMSOയിൽ DMSOയിൽ പ്രിഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒന്ന് DMSOയിൽ A പ്രിഡോമിനേറ്റ് ചെയ്യുക ബൈ ഓപ്പോസിങ് ഡൈപോൾ ഇന്ററാക്ഷൻ. B എന്ന് പറയുന്നത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി. A predominates in isooctane due to opposing dipole interaction. B predominates in isooctane due to intramolecular hydrogen bonding. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, DMSO എന്ന് പറയുന്നത് എന്താണ് സാധനം? ഡൈമീഥൈൽ സൾഫോക്സൈഡ് അല്ലെ. അത് നമുക്കറിയാം, പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആണ് DMSO എന്ന് പറയുന്നത്. ഡൈമീഥൈൽ സൾഫോക്സൈഡ് പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആണ്. ഐസോഒക്ടേൻ എന്ന് പറയുന്നത് നമുക്ക് പേര് തന്നെ വെച്ച് തന്നെ അറിയാവുന്നതാണ്. ഐസോഒക്ടേൻ ഈസ് എ നോൺ പോളാർ സോൾവെന്റ്. ഓക്കെ, സോൾവെന്റ് ഇന്ററാക്ഷൻ ആണ് ഇവിടെ വരുന്നത്. നോൺ പോളാർ സോൾവെന്റ് ആണ് വരുന്നത് ഐസോഒക്ടേൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇതിലെ ഓരോ എയ്ക്കകത്ത് ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എയിൽ ഏത് സോൾവെന്റ് പറ്റും, ബിയിൽ ഏത് സോൾവെന്റ് പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഈ ബിയുടെ കേസ് നമുക്ക് നോക്കാം. ബിയുടെ കേസിൽ നോക്കിയേ, ഓക്സിജനും OHും എങ്ങനെയാണ് നിൽക്കുന്നത്? അടുത്തടുത്താണ് നിൽക്കുന്നത് അല്ലെ. ഇവിടെ നോക്കിയാൽ ഓക്സിജൻ ഇത് മുകളിലോട്ടാണെങ്കിൽ ഇത് താഴോട്ടാണ് നിൽക്കുന്നത്. ഈ കേസിൽ എന്താ, രണ്ടിനകത്തും ഓക്സിജനും OHും താഴേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കും. ഈ ഓക്സിജനും Hഉം തമ്മിൽ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് പോസിബിൾ ആയിരിക്കും. അതുവഴി ഇത് എന്തായിരിക്കും? സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, ഈ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയതുകൊണ്ട് തന്നെ, ഇത് സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊരു പോളാർ സോൾവെന്റിന്റെ ആവശ്യമില്ല. പോളാർ സോൾവെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇന്ററാക്ഷൻ നഷ്ടപ്പെട്ടിട്ട് ഈ ഓക്സിജനും സൾഫറും തമ്മിലാകും ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ OHും സൾഫറും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആവും, അല്ലെങ്കിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകും. അതുവഴി അത് ഡീസ്റ്റെബിലൈസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് സെക്കൻഡ് മോളിക്യൂൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അതിനകത്ത് പോളാർ സോൾവെന്റ് വേണ്ട, നോൺ പോളാർ സോൾവെന്റ് ആവശ്യമുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. നോൺ പോളാർ സോൾവെന്റ് സെക്കൻഡില് ബിയിൽ നോൺ പോളാർ സോൾവെന്റ് വരുന്നുണ്ട്. ബി പ്രീഡോമിനേറ്റ്സ് ഇൻ ഐസോഒക്ടേൻ ഡ്യൂ ടു ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്.
ഓക്കെ, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. നോൺ പോളാർ മോളിക്യൂൾ വേണം ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയാണ്. അപ്പം 4 ഓപ്ഷൻ കറക്റ്റ് വരുന്നത് 2 ഉള്ളത്. ബിയും വരുന്നുണ്ട്, ഡിയും വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ പ്രീഡോമിനേറ്റ്സ് ഇൻ DMSO ആണോ ഐസോക്ടേൻ ആണോ? ഓക്കെ, ഇത് ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഏതിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്? ഡ്യൂ ടു ഓപ്പോസിങ് ഇന്ററാക്ഷൻ DMSO എന്നുള്ളതിലേക്ക് വരാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, ഇവിടെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഡബിൾ ബോണ്ട് ഓ ഉണ്ടല്ലോ, ഡബിൾ ബോണ്ട് ഓയുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയും OHന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുമാണ്. താഴെ 2 ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരുന്നത്, ഈ ഒരു സൈഡിലേക്കും ഈ ഒരു സൈഡിലേക്കും. ഓക്കെ, അപ്പം DMSO എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല്, നമ്മുടെ ഈ OHനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഈ OHനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു? DMSO എന്ന് പറയുന്നത് സഹായിക്കുന്നു. ആ ഒരു ഇന്ററാക്ഷൻ OHും DMSOയും തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുമൂലം നമുക്ക് പറയാനായിട്ട് പറ്റും എ പ്രീഡോമിനേറ്റ്സ് ഇൻ DMSO ഡ്യൂ ടു ഓപ്പോസിംഗ് ഡൈപോൾ ഇന്ററാക്ഷൻ. ഓപ്പോസിംഗ് ഡൈപോൾ ഇന്ററാക്ഷൻ മൂലം DMSOയിലായിരിക്കും എ എന്ന് പറയുന്നത് പ്രീഡോമിനേറ്റ് ചെയ്ത് ഫോം ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 1 and 4 വരുന്നത് ആയിരിക്കും. ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഓഫ് ദ സ്റ്റീരിയോജനിക് സെന്റേഴ്സ് പ്രസന്റ് ഇൻ ദ ഫോളോയിങ് മോളിക്യൂൾസ്. നമുക്കൊരു സിസ്റ്റം തന്നിട്ടുണ്ട്, ജൂൺ 2023 ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇതിന്റെ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഇതിനകത്ത് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രിഡ്ജ് ജംഗ്ഷനിൽ വരുന്ന 2 ഗ്രൂപ്പുകളും ഫ്രണ്ടിലോട്ട് നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പം നമ്മൾ ഓർത്താൽ ഇത്രയും കാര്യം ഓർത്തിരിക്കാം. അതായത് അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും നിൽക്കുന്നത്? ബാക്കിലോട്ടായിരിക്കും നിൽക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ബാക്കി CIP റൂൾ അപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. 6 മെമ്പേർഡ് റിങ്, ഓക്കെ, OH ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. C ഡബിൾ ബോണ്ട് OH. ഓക്കെ, ഇതും ഡബിൾ ബോണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ബോണ്ടി വരുമ്പോഴത്തേനും നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് CIP റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും കൊടുക്കുക. അതായത് ഈ ഒരു കാർബൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജനുമായിട്ട് കാർബണും ഓക്സിജനും തമ്മിൽ ആദ്യത്തെ ബോണ്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, കാർബണും ഓക്സിജനും തമ്മിൽ ആദ്യത്തെ ബോണ്ട് കൊടുക്കുന്നു, അത് യൂഷ്വൽ ബോണ്ട്. പിന്നെന്താണ്? വീണ്ടും ഓക്സിജനും കാർബണും തമ്മിൽ ഒരു ബോണ്ട്. ഓക്കെ, അതായത് ആദ്യത്തെ സിംഗിൾ ബോണ്ടിനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു, ഇത് തമ്മിലുള്ളത് ഒരു ബോണ്ട്. ഓക്കെ, തിരിച്ച് ഈ ഓക്സിജൻ കാർബണിലേക്കുള്ള അടുത്ത ബോണ്ട് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ തിരിച്ച് വീണ്ടും കൊടുക്കുക. ഈ കാർബൺ വീണ്ടും ഓക്സിജനുമായിട്ടുള്ള ബോണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഒരു എളുപ്പം ഉണ്ടാകും. ഈ കേസിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ കേസ് നോക്കുമ്പോഴത്തേനും നോക്കിയേ, ഇതിനകത്ത് C ഡബിൾ ബോണ്ട് OH ആണ് ഡയറക്റ്റ് വരുന്നത് അല്ലെ. ഇവിടെ വരുന്ന C ഡബിൾ ബോണ്ട് O വരുന്നുണ്ട്. ദെൻ എന്താണ് തൊട്ടടുത്തേക്ക് വരുന്നത്? ഏത് ഗ്രൂപ്പാണ്? CH2 വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ C ഡബിൾ ബോണ്ട് O കഴിഞ്ഞിട്ട് ഏത് ഗ്രൂപ്പാണ് വരുന്നത്? H ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് വരിക അല്ലെ. ഫസ്റ്റ് പ്രിഫറൻസ് അതിന്. ദെൻ സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് C ഡബിൾ ബോണ്ട് OH വരിക അല്ലെ. സെക്കൻഡ് ഇത്, ദെൻ തേർഡ് ഇത്, ഫോർത്ത് ഇത്. ഓക്കെ, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ 1 2 3 4. ഓക്കെ, 6 ഫോർത്ത് പ്രിഫറൻസ് ഗ്രൂപ്പ്. ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് 6 തന്നെയായിരിക്കും. ഓക്കെ, 9th പൊസിഷനിൽ 6 വരുന്നു. അപ്പം ഈ ഓപ്ഷനും നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ 10th പൊസിഷനിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഈ സെന്റർ, ഇതിലേക്ക് ഡയറക്റ്റ് ഓക്സിജൻ, ബാക്കി എല്ലാ കേസിലും കാർബൺ അറ്റാച്ച് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് അതിനെന്ത് വരും? അതിന് ഫസ്റ്റ് പ്രിഫറൻസ് വരും. ഓയ്ക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. ദെൻ സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ കാർബൺ ഡബിൾ ബോണ്ടോ അല്ലെ. ഇവിടെ എന്ന് പറഞ്ഞാൽ CH2, ഇവിടെ CH2, അപ്പൊ സെക്കൻഡ് പ്രിഫറൻസ് ഇവിടെ. ദെൻ തേർഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ CH2 പക്ഷെ ഇവിടെ എന്താണ്? C ഡബിൾ ബോണ്ടോ ആണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും തേർഡ് പ്രിഫറൻസ് ഇവിടെ പോവും. ദെൻ
ഫോർത്ത് എന്ന് പറയുന്നത് ഇവിടെ. അതായത് 1, 2, 3, 4 ഇങ്ങനെ വന്നു. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഫോർത്ത് പ്രിഫറൻസ് ഗ്രൂപ്പ് ബാക്കിലേക്ക് തന്നെ നിൽക്കുന്നതുകൊണ്ട് അത് എസ് വരുന്നു. ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 9. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The major products of the given reaction is or are. Product or products. നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ്. 3,4 ഡൈഹൈഡ്രോ 2H പൈറാനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അന്നേരം എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? മേജർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ റിയാക്ഷൻ ആദ്യം ഒന്ന് എഴുതാം. OH OBN. ഇത് റിയാക്ട് ചെയ്യുന്നത് ഏതുമായിട്ടാണ്? 3,4 ഡൈഹൈഡ്രോ 2H പൈറാനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എന്ത് സംഭവിക്കും? നമ്മുടെ ലോൺ പെയർ എന്ന് പറയുന്നത് എവിടേക്ക് അറ്റാക്ക് ചെയ്യും? ലോൺ പെയർ എന്ന് പറയുന്നത് ഈ പൊസിഷനിലേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പം നമ്മുടെ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ പ്ലസ് ഓ മൈനസ് H പ്ലസ് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. നിങ്ങൾക്ക് കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇന്ത്യൻ ഗ്രൂപ്പ് ഇവിടെ OF. ദെൻ നമുക്ക് വന്നേക്കുന്നത് ഓക്കെ. ഇതിനകത്തുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരെണ്ണം H ഫ്രണ്ടിലേക്ക് നിൽക്കുക, ബാക്കിലേക്ക് നിൽക്കുന്നതും, അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ H ബാക്കിലേക്ക് നിൽക്കുന്നതും പ്രോഡക്റ്റ് ഫോം ചെയ്യാം. ഓക്കെ, രണ്ടും പ്രോഡക്റ്റ് ഫോം ചെയ്യാം. ആ പ്രോഡക്റ്റ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ ഒരു കൈറാൽ സെന്റർ ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കൈറാൽ സെന്റർ ഉണ്ട്. റിയാക്ഷൻ നടന്നതിന് ശേഷം വീണ്ടും ഒരു കൈറാൽ സെന്റർ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ അതെപ്പോഴും തരുന്നത് ഡയാസ്റ്റീരിയോമേഴ്സ് ആയിരിക്കും തരുന്നത്. ഡയാസ്റ്റീരിയോമർ ആയിരിക്കും ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഓൾറെഡി കൈറാൽ സെന്റർ ഉണ്ട്. പിന്നീട് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പുതിയൊരു കൈറാൽ സെന്ററും കൂടെ വന്നു. അങ്ങനെ വരുമ്പം കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡയാസ്റ്റീരിയോമേഴ്സ് ആയിരിക്കും. ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എനാൻഷ്യോമറിക്കലി പ്യുവർ അല്ലാത്തത് കൊണ്ട് തന്നെ, ഓക്കെ, ഈ ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എനാൻഷ്യോമറിക്കലി പ്യുവർ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മിക്സ്ചർ ഓഫ് ഡയാസ്റ്റീരിയോമേഴ്സ് ആയിരിക്കും ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് തരുന്നത്. അതായത് ഒന്നുകിൽ H ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ H ബാക്കിലേക്ക് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ മിക്സ്ചർ ആയിരിക്കും നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഡയാസ്റ്റീരിയോമർ ആണ് ഫോം ചെയ്യുന്നത്. എനാൻഷ്യോമറിക്കലി പ്യുവർ ആയിട്ടുള്ള മിക്സ്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് പറയാനായിട്ട് പറ്റും? അത് എന്താണ്? മിക്സ്ചർ ഓഫ് ഡയാസ്റ്റീരിയോമേഴ്സ് ആയിരിക്കും തരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവസ്റ്റ് എനർജി ആൻഡ് നെക്സ്റ്റ് ഹയർ എനർജി കൺഫോമേഴ്സ് ഇൻ കിലോ കലോറി പെർ മോൾ ഓഫ് മീസോ 2,3 ഡൈബ്രോമോ butane is. Given Gaussian interaction in kilocalorie per mole, methyl 0.90, methyl bromine 0.25, Br 0.75. അങ്ങനെയാണെങ്കിൽ ലോവസ്റ്റ് എനർജി ഇൻട്രാക്ഷന്റെ എനർജി കൺഫോമറും ഹയസ്റ്റ് എനർജി കൺഫോമറും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയായിരിക്കും വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, the difference between the lowest energy and the next higher energy conformers എന്നാണ് ചോദിച്ചേക്കുന്നത്. ലോവസ്റ്റ് എനർജി അതിൻ്റെ നെക്സ്റ്റ് ഹയർ എനർജി കൺഫോമറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിനകത്തൊരു വ്യത്യാസം വന്നായിരുന്നു, അതാണ് നമ്മളോട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഈ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2011 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിനെ എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അതായത് ഫിഷർ പ്രൊജക്ഷനിൽ ഒരു ഇപ്പം തന്നേക്കുന്നത് എന്താണ്? മീസോ 2,3 ഡൈബ്രോമോ ബ്യൂട്ടൈൻ ആണ് തന്നേക്കുന്നത്. മീസോ 2,3 ഡൈബ്രോമോ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്യൂട്ടൈൻ ആണ് അല്ലേ? ബ്യൂട്ടൈൻ ആകുമ്പോഴത്തേനും 4 കാർബൺ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താണ്? മീസോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഒരേ സൈഡിൽ സെയിം ഗ്രൂപ്പ് ആയിരിക്കും. H Br Br. ഓക്കെ, ഇതാണ് സാധനം തന്നിരിക്കുന്നത്.
അതിന്റെ ലോവസ്റ്റ് എനർജിയും നെക്സ്റ്റ് ഹയർ എനർജി കൺഫോമറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഫിഷർ പ്രൊജക്ഷനിലാണ് ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നത്. ഫിഷർ പ്രൊജക്ഷനുള്ളതിനെ നമ്മൾ ആദ്യം സോഹോസിലേക്ക് മാറ്റും, സോഹോസിലുള്ളതിനെ പിന്നീട് നമ്മൾ ന്യൂമാനിലേക്ക് മാറ്റും. ഫിഷർ പ്രൊജക്ഷനിൽ തരുന്നതിനകത്തൊരു പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ വരയ്ക്കുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എക്ലിപ്സ്ഡ് ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും, ഒന്നൊന്നിന് ബാക്കിൽ എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുക. എന്ന് വെച്ചാൽ ഇത് സോഹോസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാർബണിനെ നമ്മൾ ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കാം, CH3. ലെഫ്റ്റ് സൈഡിലുള്ളത് ഇതിന്റെ ലെഫ്റ്റില്, റൈറ്റ് സൈഡിലുള്ളത് റൈറ്റില്. ഓക്കെ, ദെൻ ബാക്കിലെ കാർബണിലേക്ക് വരയ്ക്കുന്നു, അതെന്ത് ചെയ്യുന്നു, ഒന്നൊന്നിന് പുറകിൽ. അപ്പം അടുത്ത CH3 എന്ന് പറയുന്നത് ഇവിടെയും, ലെഫ്റ്റിലുള്ള H എന്ന് പറയുന്നത് ഈ സൈഡിലേക്കും, റൈറ്റിലുള്ളത് ഇങ്ങനെ. അതായത് ഇതൊന്നൊന്നിന് മുകളിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഫോമിനെ നമ്മൾ പറയുന്ന പേരാണ് എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയുന്നത്. അതായത് അതിനെ നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ എന്താ പറയാ, ന്യൂമാൻ പ്രൊജക്ഷനിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. ഓക്കെ, അതിനകത്ത് ഫ്രണ്ട് കാർബൺ നമ്മളിങ്ങനെ കൊടുക്കുന്നു, അതിനകത്ത് CH3 ഇവിടെ, H ഇവിടെ, Br ഇവിടെ. പിന്നെ എക്ലിപ്സ്ഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിലെ CH3 ഇങ്ങനെ നിൽക്കും, H ഇവിടെ നിൽക്കും, Br ഇവിടെ നിൽക്കും. ഓക്കെ, അപ്പം ഫിഷറിലുള്ളത് എപ്പോഴും നമ്മൾ സോഹോസിലേക്ക് മാറുമ്പോൾ അത് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് എക്ലിപ്സ്ഡ് ഫോമിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് പറഞ്ഞേക്കുന്നത് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് സ്റ്റാഗേർഡ് ഫോം ആണെന്ന് അറിയാമല്ലോ. സ്റ്റാഗേർഡ് ഫോം ആകുമ്പോഴത്തേക്കും അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക, അതായത് ഇന്ററാക്ഷൻ, സ്റ്റെറിക് ഹിൻഡ്രൻസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മിനിമം എനർജി വരുന്ന രീതിയിൽ കൊടുക്കണം. അതായത് ഇതിനകത്ത് തന്നെ തന്നിട്ടുണ്ട്, ഗോഷ് ഫോമിനാണെന്നുണ്ടെങ്കിൽ മീതേൽ ഇന്ററാക്ഷൻ അനുസരിച്ച് 0.90 കിലോ കലോറി പെർ മോളും, മീതേൽ ബ്രോമിൻ ആണെങ്കിൽ 0.25ഉം, ബ്രോമിൻ ആണെങ്കിൽ 0.75 ആണ് വരുന്നതെന്നറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷനെ, അതായത് ഏറ്റവും സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നതായിരിക്കും ലോവസ്റ്റ് എനർജിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിപ്പം എന്താണ് CH3 ഒരേ സൈഡിലാണ് വരുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, CH3യെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റും, Brനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും, Hനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആക്ച്വലി എന്താ, CH3 ഇത് തമ്മിൽ ഓപ്പോസിറ്റ് ആണ്, Br ഓപ്പോസിറ്റ് ആണ്, H ഓപ്പോസിറ്റ് ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വേണമെങ്കിൽ അങ്ങനെ റൊട്ടേഷൻ നടത്തിയതിന് ശേഷമുള്ളത് വരയ്ക്കാം. CH3 H Br, ദെൻ ലെഫ്റ്റിലേക്ക് Br വന്നു, റൈറ്റിലേക്ക് H വന്നു, താഴെ CH3 വന്നു. ഓക്കെ, ഇതിന്റെ എന്താണ് ന്യൂമാൻ പ്രൊജക്ഷൻ ആണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഫ്രണ്ടിലത്തെ കാർബണെ നമ്മൾ ഇങ്ങനെ കൊടുത്തു. ഫ്രണ്ടിലത്തെ കാർബൺ ഇത്, അതിൽ CH3 H Br. ദെൻ എങ്ങനെയാണ് പറഞ്ഞ, CH3യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും എങ്ങനെ കൊടുക്കും, CH3 ഇവിടെ. ഓക്കെ, Brഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം Br ഇവിടെ, H ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫോമറിന്റെ എനർജി നമുക്ക് നോക്കാം. ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഇന്ററാക്ഷൻസ് ഉണ്ട്, CH3യും എന്തും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉണ്ട്, Brഉം തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉണ്ട് അല്ലെ. പിന്നെ CH3 H ആണ്, അത് കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഉള്ളത് CH3 Br H തമ്മിലും കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പൊ രണ്ട് CH3 Br തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പം CH3 Br ഇന്ററാക്ഷൻ അനുസരിച്ച് 0.25 കിലോ കലോറി പെർ മോൾ ആണ്. അപ്പം 2 × 0.25 എന്ന് പറയുമ്പോഴത്തേക്കും ഇസിക്കൽ ടു 0.50 കിലോ കലോറി പെർ മോൾ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ഏറ്റവും ലോവസ്റ്റ് എനർജി ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിന്റെ എനർജി എന്ന് പറയുന്ന എനർജി, നമുക്ക് കിട്ടുന്ന എനർജി, കാൽക്കുലേറ്റഡ് എനർജി എന്ന് പറഞ്ഞാൽ 0.50 ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഹയർ ലെവലിലുള്ളത്, അതിന്റെ ഈ ലോവസ്റ്റിന്റെയും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ഹയർ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക, സ്റ്റാഗേർഡ് ഫോം തന്നെയായിരിക്കും. അതിനകത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്, അതിനകത്ത് ഈ പറഞ്ഞ പോലെ CH3 ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസിൽ വരുന്നുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു പോസിബിലിറ്റി ഉള്ളൂ, അത് ഏറ്റവും സ്റ്റേബിൾ ആണ്. ഇനി അങ്ങനെ ഒരു ഇന്ററാക്ഷൻ പോസിബിൾ അല്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും, CH3 എന്ന് പറയുന്നത് 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം.
ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, അതായത് CH3 എന്ന് പറയുന്നത് ഇതിനടുത്ത് വരുന്ന രീതിയിലുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടേക്ക് വരിക. എങ്ങനെ വന്നാലും സെയിം തന്നെയാണ്, അതനുസരിച്ച് ഓരോ ഗ്രൂപ്പ് മാറും. അപ്പം അതാണുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അപ്പം അതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുന്നു, 120 റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ CH3 ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, 120 റൊട്ടേറ്റ് ചെയ്ത് ബ്രോമിൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, H ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ന്യൂമാൻ ഫോമിലേക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാർബണിനെ അതുപോലെ തന്നെ കൊടുക്കുന്നു, CH3 HBr അതുപോലെ തന്നെ. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, 120 റൊട്ടേഷൻ ആണ് അല്ലേ. അപ്പം BR എന്ന് CH3 എന്ന് പറയുന്നത് ഇവിടേക്ക് വന്നു അല്ലേ, BR എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ വന്നു, H എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ വന്നു. ഇത് ഇവിടെ ഇതിൽ ഏതൊക്കെ ഇൻട്രാക്ഷൻസ് ഉണ്ട്? CH3 ഇൻട്രാക്ഷൻ ഉണ്ട്. അതിന്റെ എനർജി എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, 0.90 കിലോ കലോറി പെർ മോൾ. ഓക്കെ, ദെൻ CH3Br ഇൻട്രാക്ഷൻ ഉണ്ട്, അതിന്റെ എനർജി എന്ന് പറയുന്നത് 0.25 കിലോ കലോറി പെർ മോൾ. ബ്രോമിൻ ഇൻട്രാക്ഷൻ ഉണ്ട്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.75 കിലോ കലോറി പെർ മോൾ. ടോട്ടൽ എന്ന് പറയുമ്പോഴത്തേനും 5 + 5 10, 7 + 2 9 + 1, ഇവിടുത്തെ ഒരു 1 പിന്നെ 9 അല്ലേ. അപ്പം 1.90 കിലോ കലോറി പെർ മോൾ ആണ് ഏത് ഇൻട്രാക്ഷന്റെ, ഈ ഒരു ഇൻട്രാക്ഷന്റെ എനർജി എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പം 1.90 - 0.50 കിലോ കലോറി പെർ ജൂൾ ആണ്, ഈസിക്കൽ ടു 1.40 കിലോ കലോറി പെർ മോൾ. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1.40 A ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അത് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിനെ ഫിഷർ ഫോമിൽ എഴുതുന്നു. ഫിഷർ ഫോമിലുള്ളത് എപ്പോഴും എക്ലിപ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സോഹോസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും ഇത് ഏത് ഫിഷർ ആണെങ്കിലും ഈ ഒരു ഫോമിലേക്ക് വരത്തുള്ളൂ. അതായത് ഒന്നൊന്നിന് പുറകിലായിട്ടെന്നുള്ള രീതിയിൽ വരും അല്ലേ. ഒന്നൊന്നിന് പുറകിലായിട്ടുള്ള രീതിയിൽ മാക്സിമം സ്റ്റെബിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരേ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണം. അതനുസരിച്ചിട്ടുള്ള ന്യൂമാൻ പ്രൊജക്ഷൻ, റൊട്ടേഷൻ നടത്തി ന്യൂമാൻ പ്രൊജക്ഷൻ കൊടുക്കുന്നു. ദെൻ അതിനുശേഷമുള്ള ഹയർ എനർജി, ഈ മാക്സിമം സ്റ്റെബിലിറ്റി കഴിഞ്ഞാൽ പിന്നെയുള്ള ഹയർ എനർജി എന്ന് പറയുന്നത് CH3 എന്ത് ചെയ്യും, 120 ആംഗിൾ വരുന്നതാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ എനർജി കൂടുതലും സ്റ്റെബിലിറ്റി കുറവുള്ളതുമുള്ളത്. അപ്പം അതനുസരിച്ച് നമ്മളെടുത്ത് അതിൻ്റെ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് 2 മോളിക്യൂൾസ് ആണ്. 2 മോളിക്യൂൾ തന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ മീഥൈൽ ലെഫ്റ്റ് പ്ലെയിനിലേക്ക് കാണിച്ചിരിക്കുന്നു, ഇവിടെ റൈറ്റ്. ഈ കേസിൽ പറഞ്ഞ പോലെ ബാക്കിലേക്ക് നിൽക്കുന്ന വെച്ച് ഇവിടെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്നു, ME ഫ്രണ്ടിലേക്ക്, ഇവിടെ ME ബാക്കിലേക്ക്. നെറ്റ് ഡിസംബർ 2023 ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു മോളിക്യൂളിനെ C2 ഓപ്പറേഷൻ ചെയ്യാം. തന്നിരിക്കുന്ന ഏതെങ്കിലും അതിനകത്ത് Aയും Bയും തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. അതിനകത്തുള്ളതിനെ C2 ഓപ്പറേഷൻ ചെയ്യുക. C2 ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ C2 എന്ന് പറയുമ്പോഴത്തേനും 360 / 2 ചെയ്യുക. 180 റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം, കംപ്ലീറ്റ് ആയിട്ട് 180 റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം അത് ഒരുപോലെ ഇരിക്കുമെന്നുണ്ടെങ്കിൽ Aയും Bയും റൊട്ടേഷന് ശേഷം നമുക്കറിയാം ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷനിൽ എത്തുന്നതാണ് ഏതെന്ന് പറയുന്നത്, സിമെട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആയിരിക്കും എന്ന് പറയാം അല്ലേ. അപ്പം C2 നടക്കുമോ എന്ന് നോക്കുക. C2 നടന്നു കഴിയുമ്പം C2വിനകത്ത്, അതായത് ഇതിനെ C2 ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും അത് ഫോം എന്താണ്, നമ്മുടെ ഇത് രണ്ടും ഹോമോമോസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് C2 ചെയ്തു എന്ന് വിചാരിക്കും, എന്ത് സംഭവിക്കും, അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് വരും അല്ലേ. ഇത് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇവിടേക്ക് വരും. എന്ന് വെച്ചാൽ ബാക്ക് വശം ഫ്രണ്ടിലാവും, ഫ്രണ്ട് വശം ബാക്കിലാവും. അതിനോടൊപ്പം എന്ത് സംഭവിക്കും, ME അപ്പുറത്തേക്ക് പോവും, H ഇപ്പുറത്തേക്ക് വരും. ആദ്യത്തെ പാർട്ട് ശരിയാണ്. ദെൻ ഈ പാർട്ട് എല്ലാം ഇത് കംപ്ലീറ്റ്ലി ഐഡന്റിക്കൽ ആണ്. ഇനി എന്താണ്, H അപ്പുറത്തേക്ക് വരും, H ഫ്രണ്ടിലേക്ക് വരും, ME ബാക്കിലേക്ക് വരും. എന്താണ്, ആക്ച്വലി ഇത് ഹോമോമർ ആണ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആണ്. ഓക്കെ, ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. C2 ആക്സിസ് ഉണ്ടോ, C2 ആക്സിസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും ഒരേപോലെ വരുമോ എന്നുള്ളത്. Aയും Bയും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റും ഹോമോമർ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഒരു മാർഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ മിറർ ഇമേജ് ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിന് മിറർ ഇമേജ് ഉണ്ടോ എന്ന് നോക്കാം. മിറർ ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പോസിബിലിറ്റി ആണ്.
ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. അതെന്ന് പറയുന്നത് എനാൻഷ്യൂമറിന്റെ കേസാണ്, നമുക്ക് അറിയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് മിറർ ഇമേജിനകത്ത് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ, അത് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ സൂപ്പർ ഇമ്പോസിബിൾ ആണ്, ഐഡന്റിക്കൽ ആണ്. അത് നമുക്കിപ്പം C2ന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഇനി പോകേണ്ട ആവശ്യമില്ല. ദെൻ മിറർ ഇമേജ് ഇല്ല എങ്കിൽ എന്തായിരിക്കും? ഡയസ്റ്റീരിയോമർ ആയിരിക്കും. ഓക്കെ, അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഹോമോമർ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇത്രയേ ഉള്ളൂ 23, 24 എക്സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വീണ്ടും വേറൊരു സെക്ഷനുമായിട്ട് എത്തുന്നതായിരിക്കും. താങ്ക് യു.